ഹലോ നമസ്കാരം. സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിന് സച്ചിക്ക് ഭക്ഷണമൊക്കെ വിളമ്പിക്ക് കൊടുക്കാനായിട്ട് രേവതിയും സച്ചിയും കൂടിയിട്ട് ഭക്ഷണം കഴിക്കണം. അപ്പം അച്ഛമ്മ ഇങ്ങനെ ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് മുരിങ്ങര സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ കറി വെച്ചിരിക്കുന്നത്. മുരിങ്ങക്കോലുകൊണ്ടുള്ള കറി, ഇലര തോരനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അന്നേരം സച്ചി ചോദിക്കുന്നുണ്ട്, അച്ഛമ്മേ ഇനിയെങ്കിലും ആ മുരിങ്ങര ഒന്ന് വിട്ടൂടെയും ചോദിക്കുന്നുണ്ട്. അത് നന്നായിട്ട് കായ്കളൊക്കെ തരുന്നതല്ലേ, ഇങ്ങനെ വെറുതെ വെട്ടി നശിപ്പിക്കണമെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, മരങ്ങളായിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്, കായ്കളുണ്ടാവും, മറ്റുള്ളവർക്ക് ഉപകാരങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെയാണ് മനുഷ്യരും മനുഷ്യരിലും നേരാനേരങ്ങളിൽ നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടന്ന് കുട്ടികളും സന്തതി പരമ്പരകളൊക്കെ ഉണ്ടായി അങ്ങനെ പോകണം എന്നൊക്കെ പറയാൻ കേട്ടോ. അന്നേരം സച്ചി പറയുന്നുണ്ട്, ഈ കണ്ട സന്യാസിമാരൊക്കെ ഉണ്ടായിട്ട് അവർ കുട്ടികളൊക്കെ ഉണ്ടായിട്ടാണോ ജീവിക്കുന്നത്, നമ്മുടെ നാട്ടിൽ എന്തോരം സന്യാസിമാരാണെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, അത് കല്യാണം കഴിക്കാത്തവരല്ലേ, നീ കല്യാണം കഴിച്ചതല്ലേടാ, നീ പിന്നെ എന്തിനാണ് സന്യാസിയായിട്ട് നടക്കുന്നത്, നിന്റെ പെണ്ണിനെ നിനക്ക് കാണാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അന്നേരം രേവതി ഒന്നും വിടാതെ സച്ചിയുടെ മുഖത്തേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. ഈ സന്യാസിമാരെന്ന് പറയുന്നത് കല്യാണം കഴിക്കാത്തവരാണ്, അവർക്ക് കുട്ടികളും അങ്ങനെ ഒന്നും വേണ്ടല്ലോ. പക്ഷേ കല്യാണം കഴിഞ്ഞവർ നല്ലപോലെ ജീവിച്ച് കുഞ്ഞുങ്ങളും കുട്ടികളും ഒക്കെ ഉണ്ടായി സന്തോഷത്തോട് കൂടിയിട്ട് ജീവിക്കണ്ടേ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും വേഗം പിന്നെയും സച്ചി പറയാൻ കേട്ടോ, ഇതിപ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ട് നടന്നതൊന്നല്ല, ചെന്ന് പെട്ടുപോയതല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വീണ്ടും തലയിൽ വെക്കാൻ പോകുന്നു, തൻ്റെ തലയിൽ പെട്ടുപോയി എന്നുള്ളൊരു കാര്യം പറയാൻ പോകുമ്പോഴത്തേന് വേഗം തന്നെ പറയാണ്, രേവതി പറയുന്നുണ്ട്, കണ്ടില്ല അച്ഛമ്മേ, ഇതേ ഇപ്പം പറയാൻ പോകുന്നതേ തലയിലായി എന്ന് പറയാൻ പോവുകയാണെന്ന് പറയാൻ കേട്ടോ. ശരിയല്ലേ എന്ന് സച്ചി ചോദിക്കാൻ കേട്ടോ. അന്നേരം അച്ചമ്മയ്ക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഒരു ദിവസം ശ്വാസം വിടാൻ മറന്നാലും ഞാൻ തലയിലായിന്ന് പറയാത്ത ഒരു ദിവസം ഇല്ല എന്ന് പറയാം കേട്ടോ. ഈ സമയത്ത് അച്ചമ്മ എന്ന് വെച്ചാൽ സച്ചിയുടെ ചെവി പിടിച്ചൊക്കെ ഒരു തിരുമുഖം കൊടുക്കുന്നുണ്ട് കേട്ടോ. മേലിൽ ഇങ്ങനെ പറയരുത്, 1000 തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത്തരം വർത്തമാനങ്ങളൊന്നും പറയരുതെന്ന് പറയാൻ കേട്ടോ. ഇവളെ നിൻ്റെ ജീവിതത്തിലേക്ക് വന്ന ഒരു ഭാഗ്യമാണ്, ഒരു മഹാലക്ഷ്മിയാണ് എന്നൊക്കെ പറയാം കേട്ടോ. സച്ചി ഇങ്ങനെ ഒരു നോട്ടത്തോടൊക്കെ നോക്കിയിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു നോട്ടം, ഒരു പുച്ഛത്തോട് കൂടിയിട്ട് നോക്കുകയാണ് കേട്ടോ രേവതി അപ്പം എന്ന് വെച്ചാൽ വലിയ ഒരു നാടത്തോട് കൂടിയിട്ട് കുമ്പിട്ടിരിക്കുകയാണ്. എന്നിട്ട് അച്ഛമ്മ പറയുകയാണത്, നീ നിൻ്റെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇത് ചവിട്ടൂലെന്ന് ചോദിക്കും കേട്ടോ. എന്ത് ബ്രേക്കാന്ന് ചോദിക്കും. ബ്രേക്ക്, നിൻ്റെ ജീവിതത്തിലെ ബ്രേക്കാണ് ഇവള്. അപ്പോൾ എൻ്റെ രേവതി ഇല്ലയെന്നുണ്ടെങ്കിൽ നീ എവിടെയെങ്കിലും ചെന്ന് ഇടിക്കും, മരത്തുമ്മിലിടിക്കും, അതുപോലെയാണ് നിൻ്റെ ജീവിതം. അപ്പം നിൻ്റെ ജീവിതത്തിൻ്റെ ബ്രേക്ക് എന്ന് പറയുന്നത് രേവതിയാണ് ഇപ്പോൾ എന്ന് പറയും കേട്ടോ. അപ്പോൾ സച്ചി ഇങ്ങനെ രേവതിനെ ഒന്ന് നോക്കൂട്ടോ. അത് കഴിഞ്ഞിട്ട് അച്ഛമ്മയോട് വയ്ക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചവിട്ടാലേ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അച്ഛൻ പറഞ്ഞേ, അവൾ തൊട്ടിട്ടുണ്ടെങ്കിൽ കൊന്നുകളയും ഞാൻ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ സച്ചി അച്ഛമ്മയോട് വയ്ക്കുകയാണ്, പിന്നെ എന്തിനും നേരം കാലമൊക്കെ കുറിച്ച് ശാന്തി മുഹൂർത്തത്തിൻ്റെ സമയമൊക്കെ കുറിച്ചെന്ന് ചോദിക്കാൻ കേട്ടോ, തൊട്ടു പോകരുതെന്ന് പറഞ്ഞത് കാരണം. അപ്പോൾ രേവതിയും അതുപോലെ തന്നെ പാറുമൊക്കെ ഭയങ്കരമായിട്ട് ചിരിക്കാൻ കേട്ടോ. അപ്പോൾ അച്ഛമ്മ തലയെ കൈ വെച്ചിട്ട്, ഇവനെ കൊണ്ട് തോറ്റ്, എടാ അങ്ങനെയല്ല പറഞ്ഞത്, നീനോട് അവൾ അടിക്കരുതെന്നാണ് പറഞ്ഞത്, അങ്ങനെയാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ കേട്ടോ. ശരി എടാ, പെണ്ണുങ്ങളെ തല്ലണ ആണുങ്ങൾ നല്ലവരല്ല എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്കറിയാം, പെണ്ണുങ്ങളെ തല്ലണവർ നല്ല ആണുങ്ങളും അല്ല, നല്ല മനുഷ്യരും അല്ല എന്നൊക്കെയുള്ള കാര്യം എനിക്കറിയാം എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അവർ. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം, ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം വീണ്ടും സച്ചി ഇങ്ങനെ പുറത്തേക്ക് പോകാനായിട്ട് റെഡി ആവണം കേട്ടോ. കൂട്ടുകാരന്മാരുടെ അടുത്തേക്ക് പോകാനായിട്ട് ഇങ്ങനെ പതുക്കനെ പമ്മി പോകുമ്പോഴത്തേനും അച്ഛമ്മ വിളിക്കുകയാണ്, സച്ചീന്ന് വിളിക്കുകയാണ് കേട്ടോ. നീ എവിടെ പോകുന്നു ചോദിക്കട്ടോ. ഞാൻ വെറുതെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് നമ്മുടെ പാറുമ്പോൾ കുറേ സ്വീറ്റ്സ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് ഒരു ലഡുവൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരട്ടെ അച്ഛമ്മയെന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ വേണ്ട, ഇനി നീ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴെങ്ങും നീ തിരിച്ചു വരില്ല, കറക്റ്റ് സമയത്തിന് നിന്നെ ഇവിടെ കിട്ടൂല എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ പ്ലീസ് അച്ഛമ്മ പ്ലീസ്, ഇപ്പോൾ ഈ സമയമൊന്നും ആയിട്ടില്ലല്ലോ, 6 മണിയാകുമ്പോൾ ഞാൻ ഇവിടെ കറക്റ്റായിട്ട് എത്തിയിരിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അതൊന്നും ശരിയാകൂല എന്ന് പറയാൻ കേട്ടോ, നിന്നെ ഇനി വിടൂല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴേക്കും രേവതി എവിടേക്ക് വരികയാണ് കേട്ടോ. രേവതി വരുമ്പോൾ ലാസ്റ്റ് ഇങ്ങനെ കുറേ സമയം അങ്ങനെ പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ ഭാര്യ പറഞ്ഞാൽ പൊക്കോളാനായിട്ട് വീണ്ടും അച്ഛമ്മ പറയാൻ കേട്ടോ. അപ്പോൾ രേവതിനെ ഇങ്ങനെ നോക്കണം കേട്ടോ, പ്ലീസ് എന്നുള്ള രീതിയിൽ. പക്ഷേ രേവതി മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് കിച്ചണിലേക്ക് പോകുന്ന സമയത്ത് ഓടി ചെന്നിട്ട് സച്ചി ഇങ്ങനെ പിടിച്ച് നിർത്താന്ന്. എന്നിട്ട് പറയുന്നുണ്ട്, രേവതിയുടെ സാരിയുടെ തുമ്പ് ഇങ്ങനെ പിടിക്കാൻ കേട്ടോ. എന്നിട്ട് പ്ലീസ് ഒന്ന് പറയും, പ്ലീസ് പൊക്കോട്ടെ, ഞാൻ ഇപ്പോൾ വരാം, കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ രേവതിക്ക് ഇങ്ങനെ ഒരു വിഷമം പോലെ തോന്നും കേട്ടോ. അപ്പോൾ അച്ഛമ്മയോട് പൊക്കോട്ടെ, വേഗം വരാമെന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ നിൻ്റെ ഭാര്യ പറഞ്ഞാൽ നീ പൊക്കോളാൻ പറയും കേട്ടോ. അങ്ങനെ വീണ്ടും സച്ചി പുറത്തേക്ക് പോവുകയാണ് കേട്ടോ.
പിന്നീട് കാണിക്കുന്നത് വർഷ റെസ്റ്റോറൻറ്റിലേക്ക് വരികയാണ് കേട്ടോ. ശ്രീയെ കാണാൻ വേണ്ടി വരികയാണ്. ശ്രീ വേഗം തന്നെ വർഷനെ കാണുമ്പോഴത്തേനൊന്ന് മുങ്ങാൻ നോക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. അപ്പോഴേക്കും വർഷം ഇങ്ങനെ അവിടെയുള്ള സ്റ്റാഫുകളോടൊക്കെ ചോദിക്കുകയാണ് കേട്ടോ, എനിക്ക് ഒന്ന് കാണാൻ ഒരു 5 മിനിറ്റ് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ വരികയാണ്. ലാസ്റ്റ് ഒരാളിങ്ങനെ ശ്രീന് മുങ്ങാൻ പോകുമ്പോഴത്തേനും ഒരാളിങ്ങനെ കാണിച്ചു കൊടുക്കുക, ദേ ശ്രീ നിൽക്കുന്നെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശ്രീകാന്ത് നിൽക്കുന്നുണ്ട്, ദേ അവിടെ നിൽക്കുന്നുണ്ട് പറയട്ടോ. ശ്രീകാന്ത് എന്നാണോ പേര് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ വർഷ. അങ്ങനെ ശ്രീയാണെന്നുണ്ടെങ്കിൽ തിരിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. വർഷം വന്നിട്ട് ഹലോ മിസ്റ്റർ ഷെഫ്, ഞാൻ നിങ്ങളുടെ ബെസ്റ്റ് കസ്റ്റമറാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാൻ കേട്ടോ. കുറേ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ശ്രീകാന്ത് തിരിഞ്ഞു നോക്കുന്നില്ല, തിരിഞ്ഞു നോക്കാതെ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ വർഷം പറയും, എന്തെങ്ങനെ തിരിഞ്ഞു നിൽക്കാതെ, ശ്രീകാന്ത് നാളെ പേര് ഈ 3 അക്ഷരം പറയാനാണ് ഇത്രയും ബുദ്ധിമുട്ടിയെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. പിന്നെ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. തിരിഞ്ഞ് നിൽക്കുമ്പോൾ ശ്രീകാന്തിനെ കണ്ടോട് കൂടിയിട്ട്, കേട്ടോ നീയാ ഫ്രോഡേ, നീയാണോ ഇവിടെ നിൽക്കണത്, നീ എന്താ ഇവിടെ വന്ന് നിൽക്കണത് എന്നൊക്കെ ചോദിച്ചിട്ട് വീണ്ടും വഴക്കിടുന്നിട്ട്. അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ പറയുന്നുണ്ട്, കൂളാവൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ വർഷത്തൊന്നും കേൾക്കില്ല. ഫ്രോഡേ, നീ ഇവിടെ എന്തിനാണ് വന്നിട്ട്, നീ എന്തിനീ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കണേന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് മനസ്സിലാവുന്നില്ല ആരാണെന്നൊന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഷെഫിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ശ്രീകാന്താണെന്നുള്ള കാര്യം മനസ്സിലായില്ലേ എന്നുള്ളത് ചോദിക്കാൻ കേട്ടോ. പക്ഷേ വർഷയ്ക്ക് അപ്പോഴും അത് ശ്രീകാന്താണെന്നുള്ള കാര്യം, വർഷ സംസാരിക്കുന്ന ആളാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല കേട്ടോ. എന്നിട്ട് വർഷ പറയാണ്, താൻ പോയി ആ ഷെഫിനെ വിളിച്ചിട്ടുണ്ടായോ, ശ്രീകാന്തിനെ വിളിച്ചിട്ടുണ്ടായോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ശ്രീ പറയുന്നുണ്ട്, ഞാൻ തന്നെയാണ് ശ്രീകാന്ത് എന്ന് പറയാൻ കേട്ടോ. അത് കേട്ടോട് കൂടിയിട്ട് വർഷാക്കെ ഞെട്ടിദ്ധരിക്കുകയാണ് കേട്ടോ. വർഷം ദേഷ്യത്തോട് കൂടിയിട്ട് ഇട്ടിയായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്തൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് വർഷം ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ ഇരിക്കും കേട്ടോ. എന്നിട്ട് നീ എന്നെ പറ്റിക്കായിരുന്നില്ല, നീ എന്നെ ഫോളോ ചെയ്തിങ്ങായിട്ട് നീ എന്നെ പറ്റിക്കായിരുന്നില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ തലയിൽ വലിയ കിട്ടൊക്കെ ആയിട്ട് ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതോ ഇത്ര പെട്ടെന്ന് സുഖപ്പെട്ടോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ പറഞ്ഞേ, അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ വെറുതെ ഒരു ഡ്രാമ എന്ന് പറഞ്ഞിട്ട്, ഡ്രാമ എന്നെ പറ്റിക്കാനായിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞേ, അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ ഹാപ്പി ആവുമല്ലോ, താൻ ഹാപ്പി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട് നമുക്കൊരു അവസരം കിട്ടുന്നുണ്ടെങ്കിൽ അവരെ സന്തോഷിപ്പിക്കേണ്ടത് എന്നൊക്കെ പറയാൻ കേട്ടോ. എന്തുതന്നെയായാലും വർഷയ്ക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ദേഷ്യത്തോട് കൂടിയിട്ട് കുറേ വഴക്കൊക്കെ പറയുന്നിട്ട് ശ്രീകാന്തിന് വഴക്കൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, എൻ്റെ ഭാഗത്തൊരു തെറ്റില്ല, താൻ അന്ന് വന്ന ആ മുത്തശ്ശീനെ ഇടിച്ചിട്ട കാരണം ഞാൻ തൻ്റെ കയ്യിൽ നിന്ന് 1000 രൂപ വാങ്ങിച്ചു കൊടുത്തു. പിന്നീട് കാണുമ്പോഴൊക്കെ താൻ തന്നെയാണ് എന്നെ വഴക്ക് പറഞ്ഞിരുന്നതെന്നൊക്കെ പറയാൻ കേട്ടോ. എൻ്റെ ഭാഗത്ത് യാതൊരു മിസ്റ്റേക്കും ഇല്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും വർഷ ദേഷ്യത്തോട് കൂടിയിട്ട് കുറേ വഴക്കൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ഇതേ സമയം അച്ചമ്മയാണെന്നുണ്ടെങ്കിൽ അയൽവക്കത്തുള്ള ആൾക്കാരൊക്കെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് കേട്ടോ, മണിയറ ഒരുക്കാൻ വേണ്ടിയിട്ട്. ഇവരൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ രേവതിക്കും കൂടെ ആകെ നാണക്കേടൊക്കെ ആവും കേട്ടോ. എന്താ അച്ചമ്മയുടെ എന്തെങ്കിലും ഉത്സവം എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാൻ പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ഉത്സവമൊന്നുമല്ല, സാധാരണ ഇവിടെ ശാന്തി മുഹൂർത്തമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അയൽവക്കത്തുള്ള ആൾക്കാർ വന്നിട്ടാണ് നമുക്ക് മണിയറൊക്കെ ഒരുക്കി തരാമെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ രേവതി പറയും, എന്തിനാ അച്ചമ്മ ഇങ്ങനെയൊക്കെ, എനിക്ക് എന്തോ പോലെ നാണക്കേടായിട്ട് വയ്യാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും സാരമില്ല, ഇതൊക്കെ ഞങ്ങളുടെ കാലം തുടങ്ങിയിട്ടേ ഉള്ളതാണ്. ഞങ്ങൾ ഈ ഒരു സമയത്തൊക്കെ നല്ല ഒച്ചയും ബഹളവും ചിരിയും അങ്ങനെ ആഘോഷമായിട്ടാണ് ഇതൊക്കെ നടത്താമെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ രേവതിക്ക് അങ്ങനെ നാണാവും കേട്ടോ. അപ്പോൾ രേവതിയോട് അച്ഛൻ പറയും, നീ പോയിട്ട് കുളിച്ചിട്ട് വായെന്ന് പറയും കേട്ടോ. അപ്പോൾ രേവതി പറയും, ഞാൻ രാവിലെ കുളിച്ചതാണ് അച്ഛമ്മയെന്ന് പറയട്ടെ. അതൊന്നും ശരിയാവില്ല, ഇനിയും കുളിക്കണം എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ പറഞ്ഞയക്കാൻ കേട്ടോ കുളിക്കാനായിട്ട്. പിന്നീട് കാണിക്കുന്നത് വർഷം ഇങ്ങനെ സ്കൂട്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വർഷയ്ക്കൊരു കോൾ വരികയാണ്. അപ്പോൾ ഡബ്ബ ഇതിനോടത്തുനിന്ന് വീണ്ടും അവിടേക്ക് തന്നെ ചെല്ലാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇല്ല, എനിക്ക് വരാൻ പറ്റില്ല, ഒരു ഭാഗം കൂടെ അല്ലേ, ഞാനിനി പിന്നെ വന്ന് ചെയ്തോളാം, നാളെ വരാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് 2 ഗുണ്ടകൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ, കള്ളന്മാർ. അവരെ വർഷയുടെ കഴുത്തേക്ക് എടുക്കുന്ന ചെയിൻ അവർ നോട്ടിട്ട് അത് കഴിഞ്ഞ ശേഷം വർഷം ഇങ്ങനെ പോകും. ഹെൽമെറ്റൊക്കെ വെച്ചതിന് ശേഷം വർഷം പോണ സമയത്ത് അവർ പിന്നിൽ കൂടെ ചെല്ലും. പക്ഷേ ഈ സമയത്ത് ശ്രീകാന്ത് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ശ്രീകാന്ത് വർഷനെ കാണുന്നുണ്ട്. അപ്പോൾ വർഷനെ ഫോളോ ചെയ്ത് ഈ 2 പേര് പോകുന്നതും ശ്രീകാന്ത് കാണുന്നുണ്ട്. അങ്ങനെ വർഷയുടെ കഴുത്തിൽ നിന്ന് അവർ മാല പൊട്ടിച്ച് രക്ഷപ്പെടും. അപ്പോൾ വർഷയാണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ ഇടിഞ്ഞൊളിഞ്ഞ് വീഴുകയും ചെയ്യും കേട്ടോ. ആ സമയത്ത് ശ്രീകാന്ത് അവരെ പിന്നിൽ കൂടെ ചെന്ന് അവരെ ഫ്രണ്ടിലേക്ക് വണ്ടി നിർത്തി അവരെ പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവർ വണ്ടി ഇട്ട് ഓടും. അപ്പോൾ വർഷയും പിന്നിൽ കൂടെ ഓടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവരിങ്ങനെ ഇടിയാവാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയാണ്. അവസാനം ഈ 2 ഗുണ്ടകളും കൂടിയിട്ട് ശ്രീകാന്തിനെ ഇടിക്കുന്ന കാണുമ്പോൾ വർഷയ്ക്ക് സങ്കടമാവാണ് കേട്ടോ. അപ്പോൾ വർഷ വേഗം തന്നെ ചെന്നിട്ട് തൻ്റെ തലയിൽ ഹെൽമെറ്റ് ഊരിയിട്ട് ഒരു ഗുണ്ടനെ തലയ്ക്ക് നല്ലൊരു ഒറ്റയടി കൊടുക്കുകയാണ്. അപ്പോഴേക്കും ഗുണ്ട ഇടിഞ്ഞൊളിഞ്ഞ് താഴത്തേക്ക് വീഴും. അങ്ങനെ ശ്രീകാന്തും വീണ്ടും അവരൊക്കെ തല്ലി ഓടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അയാളുടെ കയ്യിൽ നിന്ന് മാല ശ്രീകാന്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് വർഷയ്ക്ക് അത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വർഷ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സീനോട് കൂടിയിട്ട് 2 പേരും തമ്മിലുള്ള ഒരു പിണക്കൊക്കെ മാറാണ് കേട്ടോ. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.